നമ്മുടെ ആരോഗ്യരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ഷെക്കേന ന്യൂസ് തേടിയത്. തെരഞ്ഞെടുത്ത പ്രതികരണങ്ങളെല്ലാം ഒന്ന് കേൾക്കാം. നമ്മുടെ ആശുപത്രികളാണെങ്കിൽ വേണ്ട വിധത്തിൽ മരുന്നുകളില്ല. അവിടെ കൃത്യമായി രോഗിയെ അറ്റൻഡ് ചെയ്യാൻ കൃത്യമായ ഡോക്ടേഴ്സ് ഇല്ല. അത് ഒരു രോഗിക്ക് എന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റും, ഏത് ഡോക്ടറെ കാണാൻ പറ്റും, അതിന് കൃത്യമായ ഒരു മാർഗരേഖയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളോ നമ്മുടെ ആശുപത്രികളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഇതിന്റെ ഒരു പ്രധാനമായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രഗത്ഭരായ ഡോക്ടർമാരും നേഴ്സുമാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകള് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ കൺട്രികളിലേക്കും ഒക്കെ ജോലി അപേക്ഷിച്ച് ആ രീതിയിൽ അവിടെ പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. ആരോഗ്യ മേഖലയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മുന്നോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ ആരോഗ്യ മേഖലയിൽ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളും, സർക്കാരിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മക്കളെ ആരോഗ്യ മേഖലകളിൽ നമ്മൾ ഡോക്ടറായും നഴ്സായും മറ്റും പഠിച്ച് അവരെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയാത്തതാണ് അതിന് മുഖ്യ കാരണം. ആരോഗ്യരംഗത്ത് ആക്ച്വലി വേണ്ടത് ഡോക്ടേഴ്സ് കുറച്ചുകൂടിയും വിജിലൻ്റായിട്ട് കുറച്ചുകൂടിയും വർക്ക് ചെയ്യണം. അതിൻ്റെ പുറമെ ഉള്ളത് പേഷ്യൻസിൻ്റെ ഫീലിങ്സും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് അവരുടെ രോഗം നല്ല രീതിയിൽ മാറ്റാം. പിന്നെ കുറച്ചും കൂടിയും മെച്യൂർഡായിട്ട് രീതിയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ജനങ്ങൾക്ക് കുറച്ചും കൂടിയും ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല കാര്യങ്ങളും കുറച്ചും കൂടി നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ഇന്ന് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മുന്നിലാണ്, ആരോഗ്യപരമായിട്ട് കൂടുതൽ മുന്നിലാണെങ്കിൽ കൂടി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മുറ്റങ്ങൾ കട്ടവാകുകയും അതുപോലെ തന്നെ മതിൽക്കെട്ട് വൃത്തിയും ഭംഗിയാക്കുകൊണ്ട് കാര്യങ്ങളില്ല. ആവശ്യമാനുസൃതമല്ല ഓപ്പറേഷൻ തിയേറ്ററുകള്, അതുപോലെ തന്നെ ഡോക്ടർമാര്, അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, മറ്റുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന് ആവശ്യകതയാണ്. ആ ഗവൺമെന്റിന് അനാവസ്ഥ എന്ന് പറയുന്നില്ല, കാര്യപ്രസക്തമായിട്ടല്ലാതെ പല വിധത്തിലും ഫണ്ട് വിനിയോഗിക്കുന്നതിനാൽ ഇത് അടിസ്ഥാന ആരോഗ്യ മേഖലയെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ, ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഡോക്ടർമാര്, ആവശ്യമായ ജീവനക്കാര് പല സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും നിലവിലില്ല. ഇപ്പോൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി എടുത്താൽ പോലും അവിടെ പല ഉപകരണങ്ങളും ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അവിടെ കാഷ്വാലിറ്റിയിൽ പോലും ആവശ്യമായ ഡോക്ടർമാർ ഇല്ല. 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമാണ് കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അല്ലാതെ ചികിത്സാ രംഗത്ത് ഇത്രമാത്രം താറുമാറായ ഒരു പ്രവർത്തനം മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ആശുപത്രികളുടെ കാര്യത്തിലും ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മരുന്നുകളുടെ കാര്യത്തിൽ വളരെ ലഭ്യത കുറവാണ്. എനിക്ക് ആകെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു പാരസെറ്റമോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. നല്ല വില കൂടിയ മരുന്നുകളും നല്ല മരുന്നുകളൊക്കെ ഡോക്ടർമാർ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് കുറിച്ചു വിടുകയാണ്. അത് ഈ സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അവർ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകൾ, അവർ ഈ കൂടിയ മരുന്നുകളൊക്കെ എങ്ങനെ മേടിക്കാൻ? അപ്പം മെഡിക്കൽ സ്റ്റോറിലൊക്കെ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ വഴി നല്ല മരുന്നുകൾ വിലക്കുറച്ച് കിട്ടുമെന്നാണ് നമ്മൾ സർക്കാരുകളൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ അത്തരം മരുന്നുകളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ദിവ്യ, പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് സർക്കാർ സംവിധാനത്തിന് നല്ല അപജയം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ചേട്ടൻ എന്നത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മതിലുകൾ പെയിന്റ് അടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം എന്നൊരു പ്രതികരണം ഉണ്ടായി. അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതെ, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും അത് ചെയ്തു കൊടുക്കാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ, സ്റ്റാഫിന്റെ വളരെയേറെ കുറവ് എല്ലാ ആശുപത്രികളിലും ഉണ്ട്. തീർച്ചയായിട്ടും.